നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ ആഹാരമൊക്കെ കഴിച്ചോ? ഇല്ല, ദിയമോള് പട്ടിണിയാ. കള്ളം പറഞ്ഞ കണ്ണുപൊട്ട് നിന്റെ. ആ അത് പോട്ടെ, ഇപ്പൊ വന്ദനാമ്മ എവിടെ പോയി? ദിയമോൾക്ക് കുടിക്കാനുള്ള പാലെടുക്കാൻ പോയതാ. വന്ദനമ്മ വരുമ്പോ കൊടുക്കാം. വന്ദനമ്മ വന്നല്ലോ അങ്കിളെ. ആരാ മോളെ? ജഗനങ്കിളാ. ദാ ഫോൺ. ജഗൻ, നീലിമ പോയോ? ഞാൻ വന്ദനെ വിളിച്ചത് നീലിമയുടെ കാര്യം പറയാനാ. വന്ദനെ, എനിക്ക് നീലിമയോട് വന്ദന ഉദ്ദേശിക്കുന്ന ഇഷ്ടമൊന്നുമില്ല. ഈ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമുണ്ടെന്ന് അഭിനയിക്കുന്നതാ. വന്ദനയ്ക്ക് തെറ്റിദ്ധാരണയൊന്നും തോന്നരുത്. അല്ല, നീലിമയ്ക്കും എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. ഞങ്ങള് എല്ലാവരെയും പറ്റിക്കുക, വെറുതെ അഭിനയിക്കുന്നതാന്നേ. ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നേ? അല്ല, ഞാൻ നീലിമയുടെ പുറകെ പോയപ്പോ വന്ദന വെറുതെ തെറ്റിദ്ധരിച്ചുവെന്ന് എനിക്കൊരു സംശയേ. എനിക്കങ്ങനെ തെറ്റിദ്ധാരണയൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ജഗൻ അവളോട് പ്രണയത്തിലാണെങ്കിൽ എന്താ, അല്ലെങ്കിൽ എന്താ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളുമല്ല. അത്യാവശ്യമില്ലെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ഹലോ വന്ദന. വന്ദനയ്ക്ക് തെറ്റിദ്ധാരണയൊന്നും ഉണ്ടായില്ല, ഭാഗ്യം. എന്നാലും വന്ദനയ്ക്ക് ഞാൻ നീലിമയുടെ കൂടെ പോയതിന്റെ എന്തോ ചെറിയ ഇഷ്ടക്കേടുണ്ട്. അതാ വേഗം ഫോൺ വെച്ചത്. പെണ്ണല്ലേ വർഗം. വന്ദനമ്മ സാരി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ദിയമോൾക്ക് ഇഷ്ടമല്ല. വന്ദനമ്മയ്ക്ക് കൊള്ളില്ല. പഴയതുപോലെ സാരി ഉടുക്കുമ്പോഴാ വന്ദനമ്മേനെ കാണാൻ ഭംഗി. അല്ലെങ്കിൽ തന്നെ പലരും സാരി എന്തിനെങ്ങനെ കഴുത്ത് മറിച്ചിടുന്നെന്ന് ചോദിച്ചു തുടങ്ങി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. നാളെ തന്നെ ക്ഷേത്രത്തിൽ പോയി മഞ്ഞച്ചരടിൽ കെട്ടിയ താലി സ്വർണ്ണ ചെയിനിലേക്ക് മാറ്റണം. അതാവുമ്പോ താലി ആരും കാണാതെ അകത്തിടുകയും ചെയ്യാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.